ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയില കൊണ്ട് നല്ല അടിപൊളി ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടോക്കൂ. മിക്സി ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 14 വെളുത്തുള്ളി, കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിൻ്റെ വീഡിയോ ഇതിന് മിസ്സായി പോയിട്ടാ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. 6 ഇല നന്നാക്കി എടുത്തത്, 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരച്ച് വെച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മീനിലൊക്കെ നന്നായി ഒന്ന് മസാല ഒന്ന് പറ്റി കൊടുക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓരോ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാവണത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആയിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റാം. ഓയിലിലേക്ക് തന്നെ 2 സബോള നീളനെ അരിഞ്ഞത്, 2 പച്ചമുളക് അരച്ച് വെച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക. മിക്സിയായി സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. മിക്സിയായി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങാപ്പാല്, 1/4 പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. ഇല വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പകുതി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാൻ 6 മീൻ ഇതിൻ്റെ മേലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി മസാല ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് നീളനെ മുറിച്ചതും കൂടി ഇതിന് മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഇല ഒന്ന് മടക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കിഴി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആയ ശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതായിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് തുറക്കാട്ടോ. നല്ല കിട്ടില്ലെന്ന് ചോദിച്ചാൽ. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.